ഇപ്പോൾ റിവർബ് ഞാൻ ഇപ്പോൾ ഡിലേ സെലക്ട് ചെയ്തു. നേരത്തെ നമ്മൾ ഡിലേ 16 അത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കൊടുന്നേരം ഡിജിക്കോ ഇതാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡിജിക്കോ ഇതാണ് കൺസോൾ ഇവിടെ എത്തി. ഇപ്പോൾ ഇതിൽ സെറ്റപ്പ് ഇതാ എൻ്റെ ഇതായിരുന്നു. ഇപ്പോൾ അയ്യോറാക്ക് ഓഡിയോ അയ്യോ നിങ്ങൾക്ക് നോക്കി അത് TF നമുക്കിപ്പോൾ ചാനൽ ഇത് സെലക്ട് ചെയ്ത് ഇതിപ്പോൾ നമ്മളിവിടെ ഔട്ട്പുട്ട് കൊടുത്താൽ കാരണം നമ്മൾ അവിടുന്ന് ഇതിലേക്ക് ഔട്ട് എടുത്തിട്ട് മൊത്തം തിയേറ്റർ സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് ആളെവിടെ പോയി? കൺസോളിൻ്റെ വീട്ടിൽ ആളെ കാണില്ലല്ലോ. ആ മിസ്ക എന്താ പരിപാടി എൻ്റെ ഏരിയയിൽ? ഞാനേ ആ കേബിളൊക്കെ ഒന്ന് കാണാൻ വന്നതാ. എന്ത് പറ്റി? ഇത് എൻ്റെ ഏരിയ അല്ലോ, ഇവിടെ എന്തിനാ പെർമിഷൻ ഉണ്ടോ? സംഭവേ ഈ ക്ഷമിക്കണം, ഞാനേ പിന്നെ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ കൺസോളൊക്കെ കൊടുന്ന്. നമ്മളിപ്പോൾ ഒരു പരിപാടിയിലാണല്ലോ. കാര്യം പറ, എന്ത് പറ്റി? സംഭവം എന്താ വെച്ചാല് വിളിച്ചത് ഇവിടെ പറഞ്ഞ ഇരുട്ടിന്റെ ഉള്ളിൽ ഇനി എന്താണ് തപ്പി നോക്കണത്? ഞാൻ അവിടെയൊക്കെ തപ്പിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇരുട്ടിന്റെ ഉള്ളിൽ ആരോ ലൈറ്റ് കത്തിച്ച് ഇങ്ങനെ നോക്കണുണ്ട്. ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ നമ്മള് പരിപാടി ഇപ്പൊ 3 ദിവസത്തെ പരിപാടിക്ക് ഒന്നാണല്ല, അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ എല്ലാരും വെയിറ്റ് ചെയ്യാൻ. എനിക്കറിയാം ഒരു വീഡിയോ കഴിഞ്ഞ അടുത്ത് നമ്മള് ഇതിന്റെ സമയത്ത് മറ്റേ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ കിട്ടാനായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, നമ്മൾ കുറെ അനുഭവിച്ചാണല്ലോ. നമ്മളിപ്പോ ഒരു യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ചെയ്ത് ഫോർ എക്സാമ്പിൾ എന്തൊരു അതിന്റെ കിട്ടി. പക്ഷെ അതിന് ശേഷം നമ്മള് ഒരു സ്ഥലത്ത് നിൽക്കണല്ലോ. അപ്പൊ ആ ഇത് നമുക്കറിയാം. അപ്പൊ പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മള് ഈ പരിപാടിക്ക് ഇവിടെ കൺസോൾ ഉണ്ടായിട്ട് നമ്മൾ കൊടുന്നൊക്കെ ചെയ്ത്. ഓക്കെ പിന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാന് ഇന്നും പരിപാടി നടന്നു. അപ്പൊ ഇന്നലെ ഒന്നും സമയം കിട്ടില്ല. 4 ദിവസം നമ്മള് വീഡിയോ ഇട്ട് വീഡിയോയും പറഞ്ഞു നമ്മളും പറഞ്ഞു കൂടെ ഒരു ദിവസം ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് ഷോ സേവ് ചെയ്യാതെ മറന്നിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിട്ട് മൾട്ടി ട്രാക്കിലേക്ക് ചേഞ്ച് ചെയ്ത് ഷോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച പോലെ എന്താണ് പറയാ റീസെറ്റ് ചെയ്ത് കൺസോൾ നന്നായി. ഇപ്പത്തെ അവസ്ഥ വെച്ചാല് എന്തായിരുന്നു ഇപ്പൊ പറയാ, നമ്മുടെ ഷോയിന്റെ ബാക്കപ്പ് ഇല്ല നമ്മുടെ അടുത്ത്. ഷോ ഫയൽ സേവ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ സീൻ സേവ് ചെയ്യണം ചെയ്തിട്ടില്ല. ഇപ്പൊ സംഭവം എന്താ സംഭവിക്കുന്ന വെച്ചാല് ആദ്യം തൊട്ടേ ചെയ്യേണ്ടി വരും. അത്ര അതായത് മിക്സി ഓണാക്കുമ്പോ ഫാൻ കറങ്ങുന്നുണ്ട്, ഫാൻ ഓണാക്കുമ്പോ മിക്സി കറങ്ങണേ. ശരി, എവിടെക്കോ എന്തൊക്കോ എന്നൊന്നും പറയണ്ട. മിക്സിന്റെ സ്പീഡ് കൂടുതലോ. അപ്പൊ സംഗതി മൊത്തത്തിൽ പോയിന്. രണ്ടാമത് ചെയ്തെടുക്കണം. അതപ്പത്തെ അവസ്ഥ. ശരി, എന്തായാലും ആയിക്കോട്ടെ. കുഴപ്പമില്ല, പിന്നീട് എടുക്കട്ടെ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അത് നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാം. കഴിഞ്ഞ സമയം ഉണ്ടല്ലോ. അതെ, ഒരു രക്ഷയില്ലട്ടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടതിന് ശേഷം എത്ര ആൾക്കാരെ ഞാൻ കരുതിയിട്ടില്ല ഇത്രയധികം ആ വീഡിയോ റീച്ച് ആവുന്നുള്ളത്. എത്ര ആൾക്കാർ ആ ഭയങ്കര സപ്പോർട്ട്. നീ ഒരു കമന്റ് ഒക്കെ അയച്ചാ? തമിഴിലാരും അറിയില്ല. പിന്നെ നമ്മുടെ സ്വന്തം വീഡിയോയിൽ നമ്മൾ കമന്റ് ചെയ്യണത് നല്ലതാണോ? അതല്ലടാ, നീ കമന്റ് വായിച്ചാ? അത്ര ആൾക്കാരാ, കുറെ ആൾക്കാര് നമ്മള് ഇപ്പോഴും ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ അന്ന് സ്ട്രഗിൾ ചെയ്ത പോലെ ഇപ്പോഴും ആൾക്കാർ അങ്ങനത്തെ വീഡിയോ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അത് മനസ്സിലായി. പിന്നെ അപ്പൊ നല്ല കമന്റ്സ് ഇഷ്ടം പോലെ വന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാണ്ട് നമുക്കൊരു എനർജി. അതെ, അപ്പൊ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് മൊത്തം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഷോപ്പിൽ പോയെങ്കിൽ നമുക്ക് രണ്ടാമത് ചെയ്തെടുക്കാം. 2 മണിക്കൂറിന്റെ പണിയല്ലേ? 2 മണിക്കൂർ ട്യൂൺ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത മൊത്തം ഫയൽ പോയി. പിന്നെ ചില ആൾക്കാർ ഒരു കമന്റ് ഉണ്ട്, അതായത് മൈഡസ് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ അല്ല, ഈസി ആയിട്ടാണ്. മറ്റേ കൺസോളൊക്കെ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ മൈഡസ് ആണ് ഹാർഡ്, മറ്റേ കൺസോളൊക്കെ ഈസിയാണ്. കാരണം ഒരു കമൻസിൽ അങ്ങാണ്ട് ഡിജിക്കോ അതുപോലെ മറ്റേ വേറെന്താണ് DM3 അങ്ങനത്തെ കൺസോളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും ഡിജിറ്റൽ കൺസോളാണ് ഈസിയാണ്. അപ്പം നമ്മൾ ഈ കൺസോൾ ആണെങ്കിലും നമ്മൾ ഹാർഡായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും അല്ലേ? പറയുന്ന രീതിയല്ല പ്രസന്റ് ചെയ്യണ. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതി കാര്യം പറഞ്ഞാൽ ആർക്ക് തരും. മറ്റേത് ഇപ്പൊ ഡിജിക്കോ മൈഡസായിട്ട് ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ DM3
പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൈഡസിന് ടച്ച് പോലും ഇല്ല. നമുക്ക് ഇങ്ങനെ തിരിച്ചുണ്ടാക്കണം, മറ്റേ ടച്ച് ചെയ്ത് പടം നിർത്തി വിടാ അല്ലേ? എന്താ തോന്നുന്നത്? അപ്പൊ നമ്മളെ കൺസോളിലെത്തി ഇതാ. നമ്മളിപ്പം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു കൊടുത്ത എല്ലാ സെറ്റപ്പും അതേപോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ് ഇപ്പൊ നമ്മൾ തിയേറ്റർ കാണിച്ചു കൊടുത്താൽ, ഞങ്ങളിപ്പോൾ തിയേറ്ററിൽ ഷോ ചെയ്യാൻ വേണ്ടി വന്നത്. ഷോ അല്ല, ഒരു കോൺഫറൻസ് ആണ്. നമുക്ക് ബാൻഡിനെക്കാട്ടി കൂടുതൽ കോൺഫറൻസ് ആണ് ഡിഫിക്കൽട്ട്. ബാൻഡ് നമുക്ക് ഈസി ആയിട്ട് തോന്നും, കാരണം മൈക്കുകൾ അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം, ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാതെ ലൈവ് ഔട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു 100 മീറ്റർ കേബിൾ വലിച്ചിട്ടാണ് താഴേക്ക് വിട്ടത് കാറ്റ് 6 സ്റ്റേജ് ബോക്സ്. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ആ പരിപാടിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ റൂട്ടിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഔട്ട് ഇവിടുത്തെ മിക്സർക്ക് നമ്മൾ എന്തിനു കൊടുത്ത്, കാരണം ഈ മിക്സർ നമ്മൾ കൊടുന്നു ഇവിടെ, കാരണം ഇതിനടുക്ക് നമ്മൾ ക്ലാസ് എടുക്കാതെ വിചാരിച്ചിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഈ മിക്സർ കൂടി എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത മിക്സർ അവിടെ ഉണ്ട്, ടി എഫ് യമഹയുടെ TF. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ഒരു ഔട്ട് നമ്മൾ അവിടുന്ന് എടുത്തിട്ട് ഈ മിക്സറിൽ കൊടുത്ത്. ഓക്കെ, ഈ LED-യുടെ സ്ക്രീനിൻ്റെ പ്രൊസസ്സർ ചിലപ്പോൾ നമുക്ക് ഓഡിയോ ഔട്ട് വരും, അത് നമുക്ക് കൊടുത്തൊക്കെ ഇവിടെ പാച്ചിങ്, പിന്നെ അവിടെ AES-ൽ കുറച്ച് പാച്ചിങ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായി. അതൊക്കെ കിടക്കട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു, രണ്ടാമത്തെ വീഡിയോ. കാരണം ടയറാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ എനർജി ഇല്ല, കാരണം 5-6 ദിവസമായി ഉറങ്ങിയിട്ട് ബാക്ക് ടു ബാക്ക് ഇവന്റ്. ഓക്കെ, അപ്പം FX ഇന്ന് എത്രാമത്തെ പാർട്ടാണ്? മൂന്നാമത്തെ പാർട്ട്. ഈ മൂന്നാമത്തെ പാർട്ട് അതിൻ്റെ അടുത്തൊരു പാർട്ട് കൂടിയും ചെയ്തതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ്സിന്റെ വീഡിയോ ചെയ്യും. ഓക്കെ, വേറെ ഹൗസിലെത്തിയിട്ട് റമദാനിന് കാത്തിക്കണം, കുറച്ചുകൂടി വർക്ക് ഉണ്ട്. ആ സമയത്ത് കണ്ടിന്യൂസ് ഒരു 30 മിനിറ്റ്സ് ഒരു ഫുൾ ബാൻഡ് മിക്സ്, മൾട്ടി വിർച്വൽ ട്രാക്ക് വെച്ചിട്ട്. ഓക്കെ, ഇതിലിപ്പം ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാ മൈക്കും നമ്മൾ വെച്ചിട്ട് നമുക്കൊരു എന്തൊക്കെയാണ് EQ ചെയ്യുന്നത്, FX ഇടുന്നത്, സെൻഡ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടൊരു കണ്ടിന്യൂസ് ഫുൾ ഡയറക്റ്റ് ഒരു 30 മിനിറ്റ്സ് വീഡിയോ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതോടുകൂടി അവർ അവിടെ പോയാലും പരിപാടി ചെയ്തോളും, പിന്നെ അവർ എന്താ ചെയ്തോളും. അതൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, വെൽക്കം ബാക്ക്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞിട്ട്, നമ്മളെ കമന്റിൽ ഒരാൾ പറഞ്ഞില്ലായിരുന്നോ, ഡിജിക്കോക്കാണ് ഭയങ്കര ഡിഫിക്കൽട്ട് എന്നൊക്കെ. അത് ഭയങ്കര ഈസി ആയിട്ട് ഇപ്പൊ ഡിജിക്കോ ക്വാണ്ടം 338 ഇത്ര എളുപ്പമുള്ള സാധനം എപ്പോഴും കൊടുക്കുന്ന സിമ്പിളാണ്. എന്തിനാ വെറുതെ ഹാർഡായിട്ട് ചിന്തിക്കുന്നത്? നമ്മളൊക്കെ ഡിഫിക്കൽട്ടായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാതും ഡിഫിക്കൽട്ടാണ് അല്ലേ? സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇതൊരു സംഭവമാണെന്ന് കരുതിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഫ്ലൈറ്റ് ഓടിക്കുന്നവരുണ്ട്, കാർ ഓടിക്കുന്നവരുണ്ട്. ഇപ്പോൾ കാർ ഓടിക്കുന്നവർ ഈ ഫസ്റ്റ് അല്ലേ ഇൻഡിക്കേറ്റർ ഇടുന്ന എന്തിനാ, ലെഫ്റ്റിക്ക് തിരിയാനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് ആ തിരിയുന്നു. അതുപോലെ ഡിജിക്കോ ഇന്ന നോബ് തിരിച്ചാൽ എന്തിനാണ് പോണതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അതെ, അറിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് പ്രാക്ടീസും കൂടി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുറേ ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺ തിരിച്ച് എന്താ സംഭവിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അത് പറഞ്ഞാൽ പോരെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആവും. അപ്പൊ നമ്മൾ കൂടെ ഒക്കെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ബുള്ളറ്റ് ഓടിക്കുന്ന ആയിരിക്കല്ലോ പഴയ ബജാജ് ഓടിക്കുന്നത്, അത് ഗീർ ഓപ്പോസിറ്റ് അങ്ങനെ മാറ്റല്ലേ? ആ ഒരു പരിപാടി ഒന്നല്ലേ, ആ ഒരു മാറ്റം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ അതിലേക്കൊക്കെ പോരാ. അപ്പൊ നമ്മൾ ഗേറ്റ് ഇട്ട് ഇവിടെ ഗേറ്റ് ഓൺ ആയി. അപ്പൊ ഗേറ്റ് ഓഫ് ആക്കട്ടെ, ഗേറ്റ് പൂട്ടി. അപ്പൊ ഗേറ്റിന്റെ പരിപാടിയൊക്കെ നമുക്ക് കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് ഗേറ്റ് അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളെ വെയിറ്റ് ചെയ്തോളൂ. ഇപ്പോൾ ഇവിടെ കൊടുന്നേരാം ഡിജിക്കോ. അതാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡിജിക്കോ ഇതാണ് കൺസോള്, ഇവിടെ എത്തി. ഇപ്പൊ ഇതിൽ സെറ്റപ്പ് ഇതാ എൻ്റെ ഇപ്പൊ IORAക്ക് ഓഡിയോ നിങ്ങൾക്ക് എത്ര ഇൻപുട്ട് വേണം, ഏതൊക്കെ ഇതിൽ വേണം ഒക്കെ ഇവിടെ പാച്ച്. ഇതിപ്പോ ഇതിൽ ഒമ്നി. ഓക്കെ, എന്താണ് ക്വാണ്ടം 338 ആ കൺസോൾ ഇവിടെ നമുക്ക് കിട്ടി. ഇതിൽ നിങ്ങൾക്ക് റൂമിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മൾ ഫ്യൂച്ചർ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കാരണം ഇതിപ്പോ ജസ്റ്റ് പറഞ്ഞ ആൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കൺസോൾ ടച്ച് ആണ്, നമുക്ക് IORAക്ക് പാച്ച് ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്ക് എത്ര ലേ ഔട്ട്, ഫെഡറൽ ബാങ്ക്സ്, ഓക്കെ ഇതാണ് ബാങ്ക്, കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെ അസൈൻ ചെയ്ത് ഒക്കെ ഇവിടെ ചെയ്യും. ഇതൊക്കെ എന്താണോ കറക്റ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ എത്ര ഇൻപുട്ട് വേണം, എത്ര ഔട്ട്പുട്ട് വേണം ഒക്കെ നമുക്ക് ഇത് ഇപ്പോൾ ലേ ഔട്ട്, ഫെഡറൽ ബാങ്ക് ഒക്കെ ഇവിടെ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ലെഫ്റ്റ് ചാനൽ. ഇപ്പോൾ ഇത് കൺസോള് ക്വാണ്ടം 338 ആണ്, 338 എന്ത് അങ്ങനെ ഇവിടെ ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ എന്തൊക്കെ വേണം നമുക്ക് ഇവിടെ കിട്ടും. എന്നിട്ട് നമുക്ക് ഓക്സിക്ക് സെൻഡ് ചെയ്യാൻ ഏത് ഓക്സാ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് സ്ക്രോൾ ബട്ടൺ ഇവിടെ കിട്ടും. ഇപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്സ് 1ക്ക് സെൻഡായി, ഇത് തിരിച്ചു കൊടുത്താൽ ഓക്സ് 2ക്ക് സെൻഡായി, ഓക്സ് 3ക്ക് സെൻഡായി. ഇതൊക്കെ അത്ര പണിയുള്ളൂ. ഇത് കാര്യം എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റൂലേ. പിന്നെന്താ വിഷയം പേടിക്കേണ്ട ആവശ്യം. അപ്പൊ അവിടെ കട്ടെ നമുക്ക് നമുക്ക് ഇതിക്കാൻ വരാം. അതൊക്കെ ഫ്യൂച്ചറിൽ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തിരിച്ചെടുക്കണ്ടേ. മറ്റത് ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് നോക്ക്, ഈ മിക്സർ നോക്ക്, നോക്കി അത് TF
നമുക്കിപ്പോൾ ചാനൽ ഇത് സെലക്ട് ചെയ്ത് ഇതിപ്പോൾ നമ്മളിവിടെ ഔട്ട്പുട്ട് കൊടുത്താൽ കാരണം നമ്മൾ അവിടുന്ന് ഇതിലേക്ക് ഔട്ട് എടുത്തിട്ട് മൊത്തം തിയേറ്റർ സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് ഇത് നമുക്ക് നേരെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സെലക്ട് ചെയ്ത ഈ ചാനലിൻ്റെ പ്രീആംബും കാര്യങ്ങളും EQ ഒക്കെ ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. കണ്ടാ ഇത് നമ്മൾ ലോക്കട്ട് ചെയ്യുന്ന ഇതാ ഐപാസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇത് വെക്കുന്ന ഈ ഒരു ബാട്ട് ചെയ്ത് ഇങ്ങനെ ആയാൽ ഒരു ബട്ടൺ ചെയ്താൽ വിടുത്തായി, ഇത് ബട്ടൺ ചെയ്താൽ ഗെയിനായി, പിന്നെ അതിൻ്റെ ഇത് ഇങ്ങനെ ആക്കി കൊടുത്താൽ അത് ചുരുങ്ങി. ഇത് ഭയങ്കര സിമ്പിളാ. പക്ഷെ മൈഡസിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിരിക്കണേ. അപ്പൊ അത് ഡിഫിക്കൽട്ട്. ഇത് മോഹൻ പറഞ്ഞ സോറി ഇപ്പോൾ ആ വ്യക്തി ഈ എന്താ പറയാ ഡിഫിക്കൽട്ടായിട്ട് പറഞ്ഞ സാധനം നമുക്ക് ഈസിയാണ്, അങ്ങനെ ചെയ്യാ, അല്ലാതെ എന്താ. അപ്പൊ മൈഡസ് അതിലേക്ക് മൈഡസിലോട്ട് വരാം. അപ്പൊ അത് അങ്ങനെ വിചാരിച്ചാൽ മതി. നമുക്ക് എല്ലാം ഈസി ആയിട്ട് വിചാരിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. അതെ ഖലാസ്. അപ്പം നമുക്ക് എഫക്ട്സ് ഞാൻ ആദ്യം ഇതൊന്ന് റീസെറ്റ് ചെയ്യട്ടെ. കാരണം ഞാൻ പിന്നെ രണ്ടാമത് ഓൺ ആക്കി നോക്കി, കിട്ടുന്നില്ല. മിക്സി ഓൺ ആക്കുമ്പോ അല്ല ഫാൻ ഓൺ ആക്കുമ്പോ മിക്സി കറങ്ങാം, അതാ അവസ്ഥ. ഇപ്പൊ ചെയ്യാൻ മറന്നുപോയാല് നാളെ ഉറപ്പായിട്ട് മിക്സി ആക്കുമ്പോൾ ഫാൻ കറങ്ങും. നാളെ അടി കിട്ടും. കാരണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഷോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, മൾട്ടി ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം മൾട്ടി ട്രാക്ക് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് മറ്റു ചാനലിലൊന്നും വേണ്ട. ഇപ്പോൾ മൾട്ടി ട്രാക്ക് നമ്മൾ ഇൻഡിവിജ്വൽ ചാനൽ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. നമുക്കൊരു ബാൻഡ് എന്ത് ചെയ്യാം, നമുക്ക് ഫുള്ള് നമ്മൾ മൾട്ടി ട്രാക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. അത് ഇൻഡിവിജ്വൽ ഏതൊക്കെ ചാനലിലാണോ അതേ ചാനൽ പ്രകാരം വരും. ഒരു ബാൻഡ് നമുക്ക് വിർച്വൽ സൗണ്ട് ചെക്ക് ബാൻഡ് നമുക്ക് ആവശ്യമില്ല. പക്ഷെ ആ ബാൻഡിൽ വന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പറഞ്ഞുതരാം, കഴിയട്ടെ. ഇത് വെച്ചിട്ട് നമുക്കൊരു ബാൻഡ് മൊത്തം എങ്ങനെ തുടക്കം മുതൽ വോക്കൽ മിക്സിങ് എല്ലാം കാര്യങ്ങളും ബാലൻസ് ഗെയിം സ്റ്റേജ് മുതൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വരാം. ബസ് മൈക്ക് കിട്ടില്ലേ? അപ്പൊ നമ്മളെവിടെ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് മറ്റേ എന്തായിരുന്നു കാരണം ആ കിളി പോയി നടക്കാണ്. കുറച്ച് ദിവസമായിട്ട് ഉറങ്ങിയിട്ട് ബാക്ക് ടു ബാക്ക് വർക്കായിട്ടേ. അപ്പോൾ കഴിഞ്ഞ എനർജി ഒന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒരു ടയർഡാണ്. പിന്നെ വീഡിയോ കാണുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. കാരണം ഉഷാറില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയോട് കൂടി ഒരു വീഡിയോ 2 വീഡിയോയോട് കൂടി നമ്മൾ മൈഡേഴ്സ് എല്ലാവരും ഒരു ബാൻഡ് മിക്സ് ചെയ്യുന്ന രീതിയിൽ എന്തായാലും ആക്കും. ഓക്കെ, അപ്പോൾ ബസ് അതായത് ഓക്സ് അതിലേക്ക് എങ്ങനെ മൈക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ റൂട്ടിങ് അങ്ങനത്തെ പരിപാടി ചാനൽ അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു. പിന്നെ മിക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബസ് സെൻഡ് ചെയ്യാൻ ഓക്കെ, നമ്മൾ ബസ്സൊക്കെ പാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു എല്ലാതും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ വെച്ച് നോക്കുക മോണിറ്റർ, അതായത് 2 മോണിറ്റർ, അതിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ സ്പീക്കേഴ്സ് കാര്യങ്ങൾ എല്ലാം സെറ്റാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു മൈക്ക്, ഇതിപ്പോൾ നമ്മളൊരു മൈക്കാണ്. ഓക്കെ, ഈ മൈക്ക് നമ്മളിപ്പോൾ ഞാൻ പ്ലേ ചെയ്യട്ടെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് കിക്ക് ഇന്നാണ്. ഇതിപ്പോൾ മൾട്ടി വിർച്വൽ ഇതിൽ നമ്മൾ കിക്ക് ഇൻ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നതാ വരുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, ബസ് ഒന്നുക്ക് സെലക്ട് ചെയ്യുന്നു. അതിന് 3 വേ ഉണ്ട്. ഓക്കെ, 3 വഴിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തെ വഴി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു പോർഷൻ പറഞ്ഞിട്ടുണ്ട്, ചെറുതൊരു ഇതിൽ. അപ്പോൾ ഒന്നാമത്തെ വഴി എന്നത് സെലക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നോബ് പറഞ്ഞ മാതിരിക്ക് ഇതാ 1 2 3 4 ഈ നോബ് വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഒന്നാമത്തെ ബസ്സിൽ സാധനം എത്തി. ഓക്കെ, ബസ്സിൽ സാധനം എത്തി. ഓക്കെ, ആ കിക്കിൻ ഇതിലേക്ക് പോയി. ഓക്കെ, രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തെ അവസാനം രണ്ടാമത്തെ തിരിച്ചാ. അപ്പോൾ രണ്ടാമത്തേക്ക് ഇത്, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ഇരിക്കുക, നാലാമത്തെ ദിവസം നാലാമത്തെ ഇരിക്കുക. അപ്പോൾ ഇതിക്കൊക്കെ വന്ന് ഒന്നാമത്തെ ഇരിക്കുക. ഉണ്ടോ 5 6 ആണെങ്കിൽ ഇതാ സ്വിച്ച് ചെയ്യുക, 5ലേക്ക് 6ലേക്ക് സ്വിച്ച് ചെയ്തിട്ട് 5 6 സ്വിച്ച് ചെയ്യാം. അപ്പോൾ അതിലത്തേക്കൊക്കെ വരും. വേണ്ട, അത്രയും പരിപാടി ഒന്നാമത്തെ ഐഡിയ. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 3 വേണ്ട ഇത് സെൻഡ് ചെയ്യാൻ. ഓക്കെ, രണ്ടാമത്തെ ഐഡിയ എന്ത് ചെയ്യുക, ഫേഡർ ഫ്ലിപ്പ്. ഓക്കെ, ബസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ബസ് സെലക്ട് ചെയ്യുന്ന ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ ഇതാ കിക്കിൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓക്കെ ഫേഡർ ഫ്ലിപ്പ് പറഞ്ഞ സെൻഡ് ഓൺ ഫേഡർ ഈ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്ക്. ചാനൽ 1 to ബസ് 1, ചാനൽ 2 ബസ് 1, ചാനൽ 3 ബസ് 1, ഇതൊക്കെ ചാനലിലേക്കുള്ള സെൻഡായി. ഓക്കെ, ഇത് ജസ്റ്റ് പൊന്തിച്ചു കൊടുത്താൽ മതി. ഇതാ വരുന്നതേക്ക് നമുക്ക് വന്ന്. അപ്പോൾ അടുത്ത ബസ്സിലേക്ക് സെലക്ട് ചെയ്യണ്, ഈ ബസ് സെലക്ട് ചെയ്യണ്, അടുത്തേക്ക് ഈ കിക്കിന് അടുത്തേക്ക് കൊടുക്കണ്. അപ്പോൾ അടുത്തേക്ക് വന്ന് കണ്ട മൂന്നാമത്തേക്ക് സെൻഡ് ചെയ്യണോ, മൂന്നാമത്തെ സെലക്ട് ചെയ്യണ്, അടുത്തേക്ക് സെൻഡ് ചെയ്യണ്. ആ ചാനൽ അടുത്തേക്കായി. സിമ്പിൾ പരിപാടിയല്ലേ? അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും കിട്ടി. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ പറയാ, ഞാൻ പറയുമായിരുന്നല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, അത് തിരിച്ചിട്ടെ. ഓക്കെ, ഫെയർ ഫ്ലിപ്പൊക്കെ തിരിച്ചു കണ്ടെന്നാകട്ടെ. മൂന്നാമത്തെ ഓപ്ഷൻ ഈ പരിപാടി ഓപ്പോസിറ്റ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് മീൻസ് ചാനൽ സെലക്ട് ചെയ്തിട്ട് ബസ് ഒക്കെ ആകുന്നു. ബാ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ കിക്കിന് ഓക്കെ കിക്കിന് വരുന്നു.
നന്നാ ഓക്കെ വരുന്നു. ഈ ചാനൽ സെലക്ട് ചെയ്യുന്നു. അല്ല ഇപ്പോൾ എപ്പോഴും കിക്കിൻ്റെ അല്ല, നമ്മൾ മാറ്റാം, നമുക്ക് സ്നെയർ ആക്കാം. ഓക്കെ സ്നെയർ ചാനൽ സെലക്ട് ചെയ്യുന്നു. ഈ ബസ്സിക്ക് നമുക്ക് സെൻഡ് ചെയ്യണ്ടേ, ഫെയർ ഫ്ലിപ്പ് അടിക്കുന്നു, ഈ ബസ്സിക്ക് സെൻഡ് ചെയ്യുന്നു. ഒന്നാമത്തെ ബസ്സിക്ക് സെൻഡായി. ഓക്കെ രണ്ടാമത്തെ ബസ്സിക്കാണോ, രണ്ടാമത്തെ ബസ് സെൻഡ് വെക്കണം. മൂന്നാമത്തെ ബസ്സിക്കാണോ, മൂന്നാമത്തെ ബസ്സിലേക്ക് കയറ്റി വിടുന്നു. മൂന്നാമത്തെ ബസ് 3 ബസ്സിക്ക് സാധനമായി. നാലാമത്തേക്ക് വിടുന്നു, അഞ്ചാമത്തേക്ക് വിടുന്നു. സിമ്പിള്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം മറക്കാതെ ചെയ്യണം. ഈ ഫേഡർ ഫ്ലിപ്പ് നിങ്ങൾ ഓഫാക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ മെയിൻ മിക്സ് അല്ല ആവുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ചേഞ്ച് ആവുന്നത് ബസ്സിലേക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കുക, മൊത്തം ക്ലോസപ്പ് ഇല്ലാതെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളെ മിക്സ് വരുന്നത്. ഇതിപ്പോൾ എന്തെങ്കിലും മാസ്റ്റർ, ഇത് നമ്മളെ സ്നെയർ. ഓക്കെ അത്രയും പരിപാടിയുള്ളൂ. ഈ 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ അപ്പോൾ എഫക്സിലേക്ക് പോവാം. ഓക്കെ എഫക്സ് നമ്മൾ പാച്ച് ചെയ്തെടുക്കണം. അതിന് നമ്മൾ നേരെ വാ കാണുന്നുണ്ടോക്കിയ വീഡിയോ കറക്റ്റായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ ഓക്കെ ഫോക്കസ് ആ തോന്നുന്നു അല്ലേ? അതെ ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എഫക്സ് ഇതാ. ഇത് നമ്മൾ എഫക്സ് റിട്ടേണും ഇൻസേർട്ടും. ഇത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഇൻസേർട്ട് ചെയ്യാം. ഇത് ഇൻസേർട്ട് ഓൺലി റൈറ്റ് സൈഡ്. ഇത് നമ്മൾ പ്ലഗിൻസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ 4 5 6 7 8 ഈ റാക്ക്. ഓക്കെ ഈ റാക്ക് നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്തിട്ട് ഇൻസേർട്ട് ഇത് ചെയ്യാൻ പറ്റും. അതായത് എഫക്സ് റിട്ടേൺ, നമ്മുടെ മൈക്ക് കാര്യങ്ങൾ, റിവർബ്, ഡിലേ, ആ സാധനങ്ങളൊക്കെ. മറ്റതൊക്കെ പ്ലഗിൻസ് ഈ ക്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് പ്ലഗിൻസ് ചാനലിലേക്ക് ഇൻസേർട്ട്, അതായത് ഇപ്പോൾ അനലോഗിൽ ഇൻസേർട്ട് കണ്ടിട്ടില്ലേ? അതായത് ഫസ്റ്റ് XLR, രണ്ടാമത് ലൈന്, മൂന്നാമത് ഇൻസേർട്ട് ഒരു ബട്ടൺ. ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് കാണാം. നമ്മൾ കൺസോൾ എടുത്തിട്ടില്ല, മറ്റേ അനലോഗ് എടുത്തിട്ടില്ല. ഓക്കെ അപ്പോൾ ആ ഓപ്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എഫക്സ് ടാബിൽ പോയിട്ട് നമുക്ക് ഇതാ 9 to 16 പ്രസ് ചെയ്യാം. 9 to 16 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 13 14 15 16 എഫക്സ് സെൻഡാണ്. ഓക്കെ എഫക്സ് സെൻഡ് മനസ്സിലായോ? എഫക്സ് സെൻഡ്. അതിൻ്റെ റിട്ടേൺ വരുന്നത് എവിടെ, നമ്മൾ 3ാമത്തെ പേജിൽ ഇതതിൻ്റെ റിട്ടേൺസാണ്, സ്റ്റീരിയോ. ഓക്കെ അതിൻ്റെ റിട്ടേൺസ് ഇവിടെ വരും. ഫോർ എക്സാമ്പിൾ അതിപ്പോൾ എങ്ങനെ പറഞ്ഞുതരാം, നമ്മൾ അനലോഗിൽ ഇപ്പോൾ ലെക്സിക്കോണിൻ്റെ ഡിലേ ഒക്കെ സെപ്പറേറ്റ് റാക്കിൽ വെച്ചിട്ട് ഇല്ലേ, സെപ്പറേറ്റ് റാക്കിൽ വെക്കും. എന്നിട്ട് നമ്മൾ ഓക്സ് സെൻഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് റിട്ടേൺ എടുത്തിട്ട് ചാനലിൽ കിട്ടൂലേ? ആ പരിപാടി ഇതിനുള്ളിൽ കൂടെ ആയെന്നുള്ളൂ. കൺസോളിൻ്റെ ഉള്ളിലൂടെ നേരെ അങ്ങോട്ട് പോയി നേരെ ഈ ഒരു ചാനലിലേക്ക് ഉള്ളിൽ കൂടെ വയറും ചെയ്ത് വെച്ചിരുന്നു. അത്ര വിചാരിച്ചാൽ മതി. മനസ്സിലായോ? പുറത്തു കൂടെ റാക്കിൽ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ജാക്ക് ടു ജാക്ക് എടുത്തിട്ട് എഫക്സിന്റെ റാക്കിലേക്ക് സെൻഡ് ചെയ്യുന്നു. അതിന് ഔട്ട് എടുത്തിട്ട് നമ്മൾ ചാനലിലേക്ക് കുത്തുന്നു. ആ സാധനം ഉള്ളിൽ കൂടെ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ചെടുക്കുമല്ലോ എഫക്സുകൾ, റിവർബ്, ഡിലേ സാധനങ്ങളൊക്കെ ഈ അനലോഗിൽ തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കും. ആ സാധനം എന്താ ഇവിടെ നമ്മൾ ഇങ്ങനെ ഡിജിറ്റലി തിരിച്ചെടുക്കുന്നു മാത്രം. ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് എഫക്സ്. ഇത് 4 എഫക്സ് ഉണ്ട്. ഓക്കെ 13 14 15 16 ഓൾറെഡി ഡിഫാൾട്ടായിട്ട് അസൈൻ ചെയ്ത് വെച്ചത്. അത് നമുക്ക് എവിടെ വെച്ചാൽ അങ്ങനെ വെച്ചാൽ ചെയ്യാം. നമ്മൾ ഞാൻ ടോട്ടൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്, കാരണം 15ഉം 16ഉം. അപ്പോൾ നമ്മൾ പറയണ്ടേ 15ഉം 16 നമ്മൾ നേരത്തെ മൈക്ക് കുത്തിയല്ല. അതായത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ 15ഉം 16ആണ് നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് റൈറ്റിന് കൊടുക്കണം. അപ്പോൾ ഈ ഫേഡർ 15 16 എഫക്സും പറയുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആവും. ഓക്കെ സംഭവം എന്താണ്, 15ഉം 16ന്റെ ഫേഡർ എന്താ ഇതായില്ലേ, ലെഫ്റ്റ് റൈറ്റ് മാസ്റ്റർ. ഈ ഒരു ഇത് കാണിക്കുക, ഈ ഒരു ഫേഡർ ആയില്ലേ, ഈ ഒരു ഫേഡർ ആയി. അപ്പോൾ ഈ ഫേഡർ ബാക്കിയില്ലേ? അതെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇത് ബസ്സാക്കിയിട്ട് ഈ ബസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എഫക്സിന്റെ സെൻഡ് ആക്കും. ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 13 14 ഞാൻ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ 15ഉം 16 ആക്കട്ടെ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ടെണ്ണം നമുക്ക് വേണ്ട ഇൻസേർട്ട് ആക്കിയതാണ് ജസ്റ്റ്. ഓക്കെ കാരണം ഇത് നമുക്ക് ബസ്സായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ആക്കിയതാണ്. ഓക്കെ 15ാമത്തെ എന്ത് ചെയ്യുന്നു, ഞാൻ സാധാരണ ചെയ്യൽ, അത് ഓരോരുത്തരും ഇഷ്ടമാട്ടോ. ഓരോരുത്തരും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആദ്യം റിവർബ് വേണം, രണ്ടാമത് ഡിലേ വേണോ, നമ്മൾ എങ്ങനെ പാച്ച്. ഇപ്പോൾ ഇപ്പം നമ്മുടെ മിക്സർ, അനലോഗ് മിക്സർ ഇല്ലേ, അതിൽ 1 ഡിലേ 1 റിവർബ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാമോ. നമുക്ക് തിരിച്ചിട്ട് ഒന്നാമത്തേൽ നമുക്ക് റിവർബ് ആക്കാം, രണ്ടാമത്തേൽ ഡിലേ ആക്കാം. ചിലപ്പോൾ ഒന്നാമത്തേൽ ഡിലേ ആക്കാം, രണ്ടാമത്തെ റിവർബ് ആക്കാം. അത് ഓരോരുത്തരും ഇഷ്ടം എങ്ങനെയാണ് സൂട്ട് വെച്ചാൽ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണേ, ഞാൻ ആദ്യത്തെ റിവർബ് ആക്കണേ, 15 റിവർബ് ആക്കണേ. ഓക്കെ അത് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഞാൻ 15 എന്ത് ചെയ്യുന്നു, റിവർബ് ആക്കണേ. ഇപ്പോൾ ഇതിൽ സ്റ്റീരിയോ ഡിലേ കിടക്കുന്നുണ്ട് ഡിഫാൾട്ടായിട്ട്. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ റിവർബ് ആയതുകൊണ്ട് ഞാൻ റിവർബ് ആക്കും. ഇതിൽ ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുക, എല്ലാ സാധനങ്ങളും കാണിക്കും, പാച്ച്, ആംബിയൻസ്, ഹാൾ റിവർബ്. ഓക്കെ ഹാൾ റിവർബ്, വിൻറ്റേജ് റിവർബ്, ഓക്കെ റൂം ഗേറ്റ് റിവർബ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഗാൻ ചെയ്യാം ഹാൾ റിവർബ് ഇട്ട്. ഓക്കെ
രണ്ടാമത്തെ ഇതിലെന്ത് ചെയ്തു 16-ാമത്തെ എന്ത് ചെയ്തു ഡിലേ ആക്കുന്നു, സ്റ്റീരിയോ ഡിലേ. ഓക്കെ, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്തെടുക്കാം. മറ്റുള്ള പാരാമീറ്റർ ഒക്കെ തിരിച്ചിട്ട് ചെയ്യണ്ടല്ലോ, അതുപോലെ ഇത് നമ്മൾ ചെയ്യാം. ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം, എഫക്ട്സ് ട്യൂൺ ചെയ്യുന്ന ഒരു വീഡിയോ. ഇതിലിപ്പോൾ നമ്മൾ ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിക്കേ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾ ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി, കൺസോൾ കിട്ടുമ്പോൾ തിരിച്ചു നോക്കിയിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടി എഫക്ട്സ് റിട്ടേൺ ആവും. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ഡിലേ കാര്യങ്ങൾ, അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ അത് അവിടെ. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്തതിൽ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമ്മൾ മിക്സ് അതിൻ്റെ ഡ്രൈ എന്നൊക്കെ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഇതിനായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ വേറെ. ഓക്കെ, കുറച്ച് സമയം ഒരുപാട് എടുക്കും. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു മിക്സ് ചെയ്യുന്ന രീതിയിൽ ആക്കാം നമുക്ക് ആദ്യം, അതിനുശേഷം വെറുതെ കോംപ്ലിക്കേഷൻ ആക്കണ്ടല്ലോ അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത്രേ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ രണ്ടും നമ്മൾ പാച്ച് ചെയ്തു. ഓക്കെ, 15-ഉം 16-ഉം ഇപ്പം എന്തായി, റിവർബും ഡിലേ ആയി. ഇതിൻ്റെ റിട്ടേൺ അവിടെ വരുന്നത് ഇതിപ്പോൾ സ്റ്റീരിയോ ആണ് വരുന്നത്. റിട്ടേൺ ഇത് ആകുമ്പം എഫക്ട്സ് 1 റാക്കിൽ ഇതാ ഈ 1 1 2 3 4 സ്റ്റീരിയോ. ഓക്കെ, ഇവിടെ ഇതാ എഫക്ട്സ് 1 ലെഫ്റ്റ് റൈറ്റ്, 2 ലെഫ്റ്റ് റൈറ്റ്, 3 ലെഫ്റ്റ് റൈറ്റ്, 4 ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ ഇവിടെ വന്ന്. ഓക്കെ, കഴിഞ്ഞു. ഇത്രയും കാര്യം ശേഷം നിങ്ങൾ ഇനി ഇപ്പം എന്ത് ചെയ്യുക, എഫക്ട്സ് സെൻഡ് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യുക, മൾട്ടി ട്രാക്ക് എടുക്കാം. ഓക്കെ, മൾട്ടി ട്രാക്ക് ഒന്ന് ഓണാക്കട്ടെ, അതിൽ വോക്കൽ ഇടട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്ന് മൾട്ടി ട്രാക്കിൽ വോക്കൽ ഏതൊക്കെയാണ് ഞാൻ നോക്കട്ടെ. ബോക്സ് 22. ഓക്കെ, 22 കുറച്ചൊന്ന് കുറക്കട്ടെ, ഭയങ്കര ഗെയിനാണ്. ഓക്കെ 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 ഇപ്പം എന്താ സാധനം വോയിസിൽ വന്നില്ലേ? ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ മൾട്ടി ട്രാക്ക് പ്ലേ ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് റിവർബ് വേണം. എങ്ങനെ സെൻഡ് ചെയ്യും? 3 ഇത് പ്രകാരം സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ കേട്ടെ 3 എങ്ങനെ ഇപ്പോൾ പറയാം, 3 വഴി ഉണ്ട് എഫക്ട്സ് സെൻഡ് ചെയ്യാൻ. എഫക്ട്സ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബസ് സെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ, അതേ പ്രോസസ്സ്. ഓക്കെ, നേരെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് വോളിയം കുറക്കട്ടെ. ഓക്കെ, മൾട്ടി ട്രാക്ക് ഇട്ട്. ഓക്കെ, 20 അല്ലേ, 22 ഓക്കെ ഓക്കെ നമ്മൾ ആ ബസ് സെലക്ട് ചെയ്യാം. ബസ് മീൻസ് ആ എഫക്ട്സ് സെലക്ട് ചെയ്യാം. 15 റിവർബും 16 ഡിലേ അല്ലേ ചെയ്തത്? ഓക്കെ, ആ എഫക്ട്സ് സെലക്ട് ചെയ്ത് നേരത്തെ എന്ത് ചെയ്ത് ബസ് സെൻഡ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഫേഡർ ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പം നോക്ക് എഫക്ട്സ് കിട്ടിയാ, റിവർബ് കിട്ടിയാ. അപ്പം അതുപോലെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. മനസ്സിലായ? അതായത് നമ്മൾ നേരത്തെ ബസ് സെൻഡ് ചെയ്തില്ല, ഒരു ചാനൽ ബസ്സിക്ക് സെൻഡ് ചെയ്ത്, അതായത് ബസ് മീൻസ് ഓക്സിക്ക് സെൻഡ് ചെയ്ത്, എന്ത് ഫേഡർ ഫ്ലിപ്പ് ഉണ്ട്, അതുപോലെ നോബ് തിരിച്ചിട്ടുള്ളതുണ്ട്, അതിൽ ഓപ്പോസിറ്റ് ഉണ്ട്, ഇത്രയും കാര്യം വെച്ച് സെൻഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ എഫക്ട്സും സെൻഡ് ചെയ്താൽ മതി ആ ചാനലിൽ സെലക്ട് ചെയ്തിട്ട്. സിമ്പിൾ കാര്യം, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഡിലേ ഓക്കെ, ഞാൻ ഇപ്പോൾ ഒന്ന് ഡിലീറ്റ് ആക്കി തരാം. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ആ ചാനൽ അതൊന്ന് ഓപ്പൺ ചെയ്യുന്നത് മൾട്ടി ട്രാക്ക്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇതിൽ ഡിലേ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ റിവർബ് ഞാൻ ഇപ്പോൾ ഡിലേ സെലക്ട് ചെയ്തു. നേരത്തെ നമ്മൾ ഡിലേ 16 അത് സെലക്ട് ചെയ്തു. എന്താ സെൻഡായി സിമ്പിൾ സെൻഡായില്ലേ? അത്രേ ഉള്ളൂ. കാരണം കാര്യം മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ അതിന്റെ പരിപാടി. ഇത് നിങ്ങൾ സിമ്പിളാക്കി എടുക്കാം. സിമ്പിളാക്കി എടുത്താൽ മതി, എടുക്കണ്ടല്ല, സിമ്പിളാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത്രേ കേസുള്ളൂ. അപ്പൊ അത് രണ്ടും മനസ്സിലായി. അപ്പൊ എഫക്ട്സ് ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഏതൊക്കെ സാധനം എങ്ങനെയൊക്കെ വേണോ ട്യൂൺ ചെയ്ത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഏതൊക്കെ ബസ്സിൽ അങ്ങനെ അതിന്റെ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലായില്ലേ? വേറൊരു സാധനം കൂടി പഠിച്ചേണ്ടിയുണ്ട്. എങ്ങനെ ഈ മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ എഫക്ട്സ് നമ്മൾ മോണിറ്റർക്ക് സെൻഡ് ചെയ്യണം. എന്ത് ചെയ്യും? ഡു യു ഹാവ് എനി ഐഡിയ? പറയുമായിരുന്നല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, എഫക്ട്സ് റിട്ടേൺ ചാനൽ വന്നില്ലേ, ആ ചാനൽ സെലക്ട് ചെയ്തിട്ട് ഓക്സ് സെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഓക്സ് സെലക്ട് ചെയ്തിട്ട് നേരത്തെ പോലെ ബസ് തിരിച്ച് എന്ത് ചെയ്തില്ലേ, നമ്മൾ റിട്ടേൺ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ 3ാമത്തെ പേജ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വോക്കൽ കളിക്ക് ഫേഡറിൽ 3ാമത്തെ പേജ് എഫക്ട്സ് നേരത്തെ പറഞ്ഞില്ലേ, അതിലിപ്പോ ഇതിൽ ഇവിടെ നമുക്ക് നെയിമൊക്കെ
മാറ്റി ചെയ്യാം. അത് നെയിമിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേറെ ഹൗസിൽ എത്തിയിട്ട് പറഞ്ഞുതരാം. കാരണം ഇവിടെ നമുക്ക് അത്രയും സമയമുള്ളൂ. അപ്പോൾ ഒരു മൂന്നാമത്തെ വീഡിയോ ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം അത്ര റിസ്ക് എടുത്തപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നെയിമിങ് കാര്യങ്ങൾക്ക് അടുത്ത് വീഡിയോ പ്രോപ്പറായിട്ട് നമ്മൾ ഫുൾ കൺസോളിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾക്ക് ഗേറ്റ്, ത്രഷോൾഡ്, അതുപോലെ മറ്റേ കംപ്രസർ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞുതരാം. അതൊരു വലിയ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇനിയിപ്പോൾ മോണിറ്റർക്ക് എഫക്ട്സ് സെൻഡ് ചെയ്യാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മോണിറ്റർ ബസ് 1, ഓക്കെ, അതിന് മാസ്റ്റർ വെക്കുന്നത് അതിലിത് ഇത് സെൻഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യത്തെ ഏത് എഫക്ട്സാണ് സെൻഡ് ചെയ്യുന്നത് ആദ്യം നോക്കുക, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ എഫക്ട്സ് മൂന്നാമത്താണ് ഇതിൻ്റെ എന്ത് ചെയ്യുക, റിവർബ് 1, 2, 3. ഓക്കെ, അപ്പോൾ ഇതിൽ 1, 2, 3 ഇത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് ഏത് ബസ്സിക്കാ സെൻഡ് ചെയ്യണം നോക്കുക. ഓക്കെ, ഫെഡറൽ ഫ്ലിപ്പ് എടുക്കുക, ആ ബസ്സൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ് അപ്പോൾ അതിലേക്ക് എത്തി, അങ്ങോട്ട് പോയി എഫക്ട്സ് ആ മോണിറ്റർക്ക് പോയി. ഓക്കെ, അതുപോലെ ഓപ്പോസിറ്റും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ബസ് പറഞ്ഞല്ലോ, ഓപ്പോസിറ്റ് വേഗം തിരിച്ചു പോയൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മൈക്ക് സെൻഡ് ചെയ്യുന്ന മാതിരിക്ക് എഫക്ട്സ് സെൻഡ് ചെയ്യാം. മോണിറ്റർ ബസ് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് എഫക്ട്സ് സെൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ചാനൽ ഇപ്പോൾ ഒന്നാമത്തെ ബസ്സിക്ക് എഫക്ട്സ് വേണം, ഒന്നാമത്തെ ബസ് സെലക്ട് ചെയ്യുന്നത്, ഫെഡറൽ ഫ്ലിപ്പ് എടുക്കുന്നത്. എനിക്ക് ഫെഡറൽ ഫ്ലിപ്പ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതുകൊണ്ട് ഫെഡറൽ ഫ്ലിപ്പ് എടുക്കുന്നത്. എന്നിട്ട് 1, 2, മൂന്നാമത്താണ് ഇതിൻ്റെ റിവർബ് നിങ്ങളെ മൈൻഡ് നിങ്ങൾ പാച്ച് ചെയ്ത് വേണം ആ സാധനം സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന്. ഹലാസ് കിട്ടിയില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചെന്ന് അപ്പം പറഞ്ഞുതരാം. പിന്നെ മറ്റേത് വോയിസിലൊക്കെ വിടാൻ പറ്റും. മറ്റേ കമന്റിൽ നമുക്ക് എഴുതി കമന്റ് അപ്പം റിപ്ലൈ തരാം. മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ആകുമ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ഉള്ള സമയത്തൊക്കെ കാര്യം ഗൈഡ് ചെയ്ത് തരാം. അതാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. നമ്മൾ തിരക്ക് പിടിക്കുമ്പോൾ റിപ്ലൈ ചെയ്തില്ല അഹങ്കാരമാണ്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. തിരക്കുള്ള സമയത്ത് എന്നാലും വർക്കിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സമയത്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. റിസ്ക് ഉള്ള വർക്ക്, ഇത് കുറച്ച് റിസ്ക് ഉള്ള വർക്ക് ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഡിലേ ആയത്. കാരണം എനിക്ക് പെട്ടെന്ന് മൂന്നാമത്തെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാലോ, ഒരു വീഡിയോ ഒരു മുഴുവൻ ആതെ നിർത്തുമ്പോൾ ഒരു സ്ട്രഗിളിങ്. പിന്നെ എല്ലാവരും വിചാരിക്കും അടുത്ത വീഡിയോ ഉണ്ടാവില്ല, 2 വീഡിയോ കഴിഞ്ഞ് ഇവർ പോയി, അപ്പോൾ അതുണ്ടാകാൻ പാടില്ല വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സെൻഡ് റിട്ടേൺ ആക്കണ്ടേ. അപ്പോൾ അത് മനസ്സിലായി. പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് അതായത് നമ്മുടെ ഇൻസേർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും. പിന്നെ EQ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഹൗളിങ് കട്ട് ചെയ്യുക. ഫീഡ്ബാക്ക് ആണല്ലോ മെയിൻ ഇഷ്യൂ. ഫീഡ്ബാക്ക് മോണിറ്ററിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, അത് EQ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ AFS, അതായത് ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി സപ്രസർ, അത് ഇതിലുണ്ടോ ചോദിച്ചു. ഇതിൽ നമുക്കിങ്ങനെ EQ ചെയ്തിട്ട് എടുക്കാതെ. ഓക്കെ, അതെങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലഗിൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മിക്സിൻ്റെ ഇതുണ്ടല്ലോ ആ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്തി, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പരിപാടി ഉണ്ട്. ഷോ നമ്മളിപ്പോൾ നാളെ ഇവന്റ്, ഞങ്ങൾക്ക് 8 മണിയാകുമ്പോൾ ഇവന്റാ. ഇപ്പോൾ സമയം ഏകദേശം രാത്രി വൈകുന്നേരം 7 ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് കുറച്ച് പോകാണ്ട് ആ റൂം എടുത്ത് ഇവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ പോന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം കുറച്ച് ദിവസമായി. അപ്പോൾ അതിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ ഈ ഷോ തിരിച്ച് അതേമാതിരി ആക്കണം. കാരണം നാളെ ഇത്രയും ഒരു തിയേറ്ററിൽ മൊത്തം ആൾക്കാർ, ഇന്നത്തെ എഫക്റ്റ് പരിപാടി ഇല്ലല്ലോ, മിക്സി കറങ്ങുന്നുണ്ട് പറയും. അപ്പോൾ അടുത്ത വീഡിയോ ജസ്റ്റ് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യും. ഓക്കെ, അടുത്ത ഒരൊറ്റ വീഡിയോ കൂടി ചെയ്തിട്ട് ഈ ഗേറ്റും പരിപാടികളൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിലേക്ക് കടക്കാം. ചിലപ്പോൾ ആ ഒരു ഗേറ്റ് ഇപ്പോൾ 1 or 2 വീഡിയോ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫുൾ ലെങ്ത് ഒരു ബാൻഡ് മൊത്തത്തെ നമ്മൾ മിക്സ് ചെയ്യും ഉറപ്പായിട്ടും. ഓക്കെ, അതോടുകൂടി നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ബൈ. താങ്ക്സ് അടാ.